കൃപാസനം പത്രം ജൂലൈ 2026 പാർട്ട് 8. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാക്ഷ്യങ്ങളുടെ വീഡിയോ കാണുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കോട്ടയത്ത് നിന്നുള്ള ഷെറിൻ മാത്യുവിൻ്റെ സാക്ഷ്യം. 43 വയസ്സിൽ യാതൊരു കോംപ്ലിക്കേഷനും ഇല്ലാതെ അത്ഭുതകരമായി കുഞ്ഞിനെ ലഭിച്ച ഉടമ്പടി സാക്ഷ്യം. എൻ്റെ വിവാഹം കഴിഞ്ഞ് 2 പ്രാവശ്യം പ്രഗ്നൻ്റ് ആയെങ്കിലും അബോർഷനായി പോയി. ഞങ്ങളുടേത് ലേറ്റ് മാരേജ് ആയിരുന്നു. എനിക്ക് 43 വയസ്സുണ്ട്. ഡോക്ടറെ കണ്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് വയസ്സ് കൂടുതലായതുകൊണ്ടായിരിക്കാം, അല്ലാതെ മറ്റു കാരണങ്ങളൊന്നും കാണുന്നില്ല എന്നും ചിലപ്പോൾ ലേറ്റായി ഉണ്ടാകാമെന്നും പറഞ്ഞു. ഇനി ചികിത്സ ചെയ്തിട്ട് ഒരു കുഞ്ഞിനെ വേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് കളിയാക്കലുകൾ സഹിക്കേണ്ടി വന്നു. വളരെ വിഷമത്തോടെ ഞങ്ങൾ കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്ത് വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. ഉടമ്പടി നിബന്ധനകൾ കൃത്യമായി പാലിച്ചുകൊണ്ടിരുന്നു. ഉടമ്പടി ധ്യാനത്തിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഞാനും വയറിൽ കുരിശു വരച്ച് എനിക്കും മക്കളുണ്ടാകാത്ത മറ്റുള്ളവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. മാതാവിനോട് ഞാൻ ഒരു 16-കാരി പ്രസവിക്കുന്നത് പോലെ കുഞ്ഞുണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി അത്ഭുതകരമായി ഞാൻ പ്രഗ്നൻ്റ് ആവുകയും യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. വയനാട്ടിൽ നിന്നുള്ള അജീഷിന്റെ സാക്ഷ്യം. ലിസ്റ്റിൽ പോലും ഇല്ലായിരുന്നു. ഒടുവിൽ ഇസ്രായേൽ വിസ. ഉടമ്പടിയിൽ മാതാവ് കൈവിട്ടില്ല. ഞാൻ സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുകയായിരുന്നു. ഒരു വീൽ അലൈൻമെന്റ് ടെക്നീഷ്യനായി ഞാൻ ഇസ്രായേലിലും യൂറോപ്യൻ കൺട്രികളിലും ജോലിക്ക് വേണ്ടി ശ്രമിച്ചു. ഇസ്രായേലിലേക്ക് ഒരു ഇന്റർവ്യൂ എറണാകുളത്ത് വെച്ച് നടക്കുകയും ഞാനത് അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. ഇന്റർവ്യൂവിൽ സെലക്റ്റഡ് ആയി. 3 ദിവസത്തിന് ശേഷം ഒഫീഷ്യൽ റിസൾട്ട് വരുമെന്ന് പറഞ്ഞു. 4-ാമത്തെ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് അന്ന് ഇന്റർവ്യൂവിൽ സെലക്റ്റഡ് ആയവരുടെ പേര് പുതിയ ഗ്രൂപ്പ് തുടങ്ങിയതിലുണ്ട്, ചേട്ടന്റെ പേര് ഇതിൽ കാണുന്നില്ലല്ലോ, എല്ലാവരുടെയും പേപ്പർ വർക്കുകളൊക്കെ തുടങ്ങിയല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ഏജന്റിനെ വിളിച്ചപ്പോൾ നിങ്ങൾക്ക് കിട്ടും, അടുത്ത ബാച്ചിൽ ഇന്റർവ്യൂ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തു. അതിനുശേഷം നിങ്ങൾ ഇന്റർവ്യൂവിൽ സെലക്റ്റഡ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വന്ന് ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായി നിങ്ങൾക്ക് അപ്രൂവൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഏജന്റ് വിളിച്ചു. പിന്നെ വിസ അടിച്ചു കിട്ടി. പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി. ചാലക്കുടിയിൽ നിന്നുള്ള ജിഷ്മയുടെ സാക്ഷ്യം. എല്ലാം നഷ്ടപ്പെട്ടെന്ന് കരുതിയപ്പോൾ അമ്മ തന്ന വലിയ അത്ഭുതം. ഉടമ്പടി എന്നെ കൈവിട്ടില്ല. തോറ്റുപോയിടത്തു നിന്നും മാതാവ് എന്നെ ഉയർത്തി. 2022 എൻ്റെ ഭർത്താവ് മരിച്ച ശേഷം എൻ്റെ ബന്ധുക്കൾ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞുവെങ്കിലും എൻ്റെ ഭർത്താവിനെ എന്നിൽ നിന്ന് എടുത്തതിനാൽ എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നിയിരുന്നില്ല. പിന്നെ ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു. അതിനുശേഷം എൻ്റെ വീട്ടുകാർ എന്നെയും കുട്ടിയെയും വീട്ടിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം എന്നെ GNM പഠിപ്പിക്കാൻ വിട്ടു. ഫസ്റ്റ് ഇയർ റിസൾട്ട് വന്നപ്പോൾ 3 സബ്ജക്റ്റ് ഫെയിലായി. ഞാൻ മാതാവിനോട് കരഞ്ഞപേക്ഷിച്ചു. റീവാലുവേഷന് കൊടുത്തു. 2 സബ്ജക്റ്റ് പാസ്സായി. 1 സബ്ജക്റ്റ് സപ്ലി എഴുതി പാസ്സായി. സെക്കൻഡ് ഇയറിലും പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ എല്ലാ വിഷയങ്ങളും പാസ്സായി. 3-ാം വർഷം ഞാൻ വീണ്ടും 1 സബ്ജക്റ്റിന് ഫെയിലായി. ഞാൻ പരിശുദ്ധ അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി റീവാലുവേഷന് കൊടുത്തപ്പോൾ ഞാൻ പാസ്സായി. പരിശുദ്ധ അമ്മ എന്നെ അനുഗ്രഹിച്ചു. ന്യൂസിലൻഡിൽ നിന്നുള്ള ജോമി മാത്യൂസിന്റെ സാക്ഷ്യം. ഒന്ന് കൃപാസനം കാണാൻ വന്ന ഞാൻ ഉടമ്പടി എടുത്തു. കൃപാസനം എൻ്റെ നിത്യതയ്ക്ക് വഴികാട്ടി. ഞാൻ ന്യൂസിലൻഡിൽ ജോലി ചെയ്യുകയായിരുന്നു. എനിക്ക് കുറച്ച് റബ്ബർ കൃഷി നാട്ടിലുണ്ടായിരുന്നു. അത് വിറ്റുപോകുന്നതിന് വലിയ തടസ്സങ്ങളായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ മാതാവിനെ വഹിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ഫോൺ കോൾ വരികയും അന്ന് തന്നെ റബ്ബർ വിറ്റുപോകാനുള്ള ക്രമീകരണങ്ങൾ നടത്തുകയും ചെയ്തു. അതിനുശേഷം ഞാൻ ന്യൂസിലൻഡിലേക്ക് പോയി. അതിനുശേഷം എനിക്ക് PR ലഭിച്ചു. പിന്നെ ന്യൂസിലൻഡിൽ വലിയൊരു ചുഴലിക്കാറ്റുണ്ടാകുമെന്ന് മുന്നറിയിപ്പുണ്ടായി. ഞാൻ കൃപാസനത്തിലെ വെഞ്ചരിച്ച ഉപ്പ് ഞങ്ങളുടെ വീടിന് ചുറ്റുമിട്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ആ ഏരിയ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ചുഴലിക്കാറ്റടിച്ച് വലിയ നഷ്ടമുണ്ടായി. പരിശുദ്ധ അമ്മ ഞങ്ങളെ സംരക്ഷിച്ചു. പാലായിൽ നിന്നുള്ള വിജിയുടെ സാക്ഷ്യം. ഒറ്റ ഉടമ്പടിയിൽ എൻ്റെ കുടുംബത്തിന് ലഭിച്ച വലിയ ദൈവാനുഭവങ്ങൾ. ഞാൻ കൃപാസനം മാതാവിനെ പറ്റി ഒരുപാട് കേട്ടിരുന്നു. ഇവിടെ ഒന്ന് വരണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം ഒരു കൃപാസനം പത്രം തപാലിൽ വന്നു. ആരയച്ചതാണെന്നറിയില്ല.
ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എൻ്റെ മൂത്ത മകൾക്ക് ജർമ്മനിയിൽ പോകാൻ സാധിച്ചു. കൂടാതെ എൻ്റെ മകൾ +2 പഠിക്കുമ്പോൾ പരീക്ഷയ്ക്ക് പഠിക്കുന്നതൊന്നും ഓർമ്മയില്ലായിരുന്നു. പരീക്ഷയ്ക്ക് മാർക്ക് വളരെ കുറഞ്ഞു. വലിയ പരീക്ഷയ്ക്ക് മുമ്പ് മകൾക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ സാധിക്കുകയും ഫുൾ A+ നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. 4 വർഷമായി മകളുടെ ഛർദിയും വെഞ്ചരിച്ച നേർച്ച വസ്തുക്കളിലൂടെ സുഖപ്പെട്ടു. കോട്ടയത്ത് നിന്നുള്ള മധുവിന്റെ സാക്ഷ്യം. ഒരു മുറി വീട്ടിൽ താമസിച്ചിരുന്ന സഹോദരിക്ക് വീട് ലഭിച്ചതുൾപ്പെടെയുള്ള ഞെട്ടിക്കുന്ന മരിയൻ സാന്നിധ്യ ഉടമ്പടി അനുഭവങ്ങൾ. എനിക്ക് 20 വർഷമായി മദ്യപാനശീലമുണ്ടായിരുന്നു. എൻ്റെ ഭാര്യ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി പിന്നെ ഇന്ന് വരെ മദ്യപാനശീലം ഉണ്ടായിട്ടില്ല. കൂടാതെ എൻ്റെ സഹോദരി 14 വർഷമായി ഒരു ഒറ്റമുറി വീട്ടിലായിരുന്നു താമസം. ഒരു ഭവനം പണിയാനുള്ള സാമ്പത്തികം അവർക്കില്ലായിരുന്നു. ഞാൻ ഭവനത്തിനു വേണ്ടി ഡേറ്റ് ഇട്ട് ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അവരോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ അത് നടക്കുന്ന കാര്യമല്ലെന്ന് പറഞ്ഞു. പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ ബ്ലോക്കിൽ PMAY പദ്ധതിയിൽ 10 വർഷം മുമ്പ് ഭവനത്തിനു വേണ്ടി അപേക്ഷിച്ചിരുന്നതിൽ നിന്ന് പെട്ടെന്ന് ഇവർക്ക് 4 ലക്ഷം രൂപ അനുവദിക്കുകയും ഭവനം പണി ആരംഭിക്കാനും സാധിച്ചു. അതിനുശേഷം പല രൂപത്തിൽ ഫണ്ടുകൾ ലഭിക്കുകയും വീട് പണി പൂർത്തിയാക്കി താമസിക്കാനും സാധിച്ചു. മെഡിക്കൽ കോഡിംഗ് പഠിച്ചു നിൽക്കുന്ന പെങ്ങളുടെ മകൾക്ക് ഉടമ്പടിയിൽ നിയോഗം വെച്ചതിന്റെ ഫലമായി വിദേശത്തൊരു ജോലിയും ലഭിച്ചു. കൊല്ലം അഴീക്കലിൽ നിന്നുള്ള മീനയുടെ സാക്ഷ്യം. വാടക വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക്. ഇത് ഉടമ്പടിയുടെ സമയചുരുക്ക സാക്ഷ്യം. എനിക്ക് സ്വന്തമായി ഒരു ഭവനം ഉണ്ടായിരുന്നത് വാസയോഗ്യമല്ലാത്തതിനാൽ ഞാൻ വാടക വീട്ടിലാണ് താമസിച്ചു കൊണ്ടിരുന്നത്. ഞാൻ കൃപാസനത്തിൽ വന്ന ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു. ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ വാടക ചീട്ടുമായി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ വന്നു കണ്ടു. അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് നിനക്ക് സ്വന്തമായി ഭൂമിയുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു കാശുരൂപം തന്നിട്ട് ഇതവിടെ സ്ഥാപിച്ച് പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയായി എന്നെ ഉയർത്തണമെന്ന് ഈശോയോടും മാതാവിനോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായി 9 മാസത്തിനുള്ളിൽ നല്ലൊരു ഭവനം പണി പൂർത്തിയാക്കി താമസിക്കാൻ സാധിച്ചു. കൂടാതെ വീട്ടിലേക്ക് ഒരു വഴിയില്ലായിരുന്നു. ഉടമ്പടിയിൽ നിയോഗം വെച്ചതിന്റെ ഫലമായി വഴി ലഭിച്ചു. തൃശൂർ കൊരട്ടിയിൽ നിന്നുള്ള വിൻസിയുടെ സാക്ഷ്യം. ഉടമ്പടി പെട്ടെന്ന് കത്താൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറഞ്ഞ മാർഗം അവലംബിച്ചപ്പോൾ സംഭവിച്ചത്. ഞാൻ 2025 ജനുവരിയിൽ ജർമ്മൻ പഠിക്കാൻ ഡൽഹിയിൽ പോയി. അവിടെ ചെന്നപ്പോഴാണ് ഉടമ്പടി എന്താണെന്നും മാതാവിന്റെ അനുഗ്രഹം എന്താണെന്നും മനസ്സിലായത്. എൻ്റെ റൂംമേറ്റ്സും ഉടമ്പടിയിലായിരുന്നു. അവരാണ് ഉടമ്പടിയെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നത്. അവർ എന്നും ഡെയിലി ബ്രെഡ് കേൾക്കുകയും സാക്ഷ്യങ്ങൾ കേൾക്കുകയും ചെയ്യുമായിരുന്നു. 4 മാസത്തെ B1 കോഴ്സിന് ശേഷം ഞാൻ നാട്ടിലേക്ക് പോന്നു. നാട്ടിൽ വന്ന് B2 കോഴ്സിന് ചേർന്നു. എക്സാം എഴുതിയപ്പോൾ അന്ന് തന്നെ എനിക്ക് കിട്ടുമെന്ന് കോൺഫിഡൻസ് ആയിരുന്നു. എൻ്റെ മെറിറ്റിലാണ് ഞാൻ ആശ്രയിച്ചത്. ഞാൻ കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അടുത്ത എക്സാമിന് മുമ്പ് അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുത്തു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായി. പിന്നെ ജർമ്മൻ പ്രോസസ്സിംഗ് ആരംഭിച്ചു. വിസയ്ക്ക് വെച്ചിട്ട് 20 ദിവസമായിട്ടും വന്നില്ല. ഞാൻ VFS ഓഫീസിൽ വെഞ്ചരിച്ച് ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി വിസ വരികയും ജർമ്മനിയിൽ നല്ലൊരു ഹോസ്പിറ്റലിൽ ജോലിയും ലഭിച്ചു. കൊല്ലത്ത് നിന്നുള്ള ഷേർലിയുടെ സാക്ഷ്യം. ഓപ്പറേഷൻ ചെയ്ത് മാറ്റിയ മുഴയുടെ സ്ഥാനത്ത് വീണ്ടും ഒരു മുഴ വന്നപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ നടന്ന അത്ഭുതം. എനിക്ക് ബ്രസ്റ്റിന്റെ ഇടത് സൈഡിൽ ഒരു മുഴ വന്ന് ഡോക്ടറെ കണ്ട് സ്കാൻ ചെയ്തപ്പോൾ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. സർജറി ചെയ്ത് കഴിഞ്ഞ് ഇനി ഒരിക്കലും അത് വരില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷെ 6 വർഷം കഴിഞ്ഞ് വീണ്ടും ഒരു സംശയം തോന്നി ഡോക്ടറെ കണ്ട് സ്കാൻ ചെയ്തപ്പോൾ അതേ സ്ഥലത്ത് തന്നെ വീണ്ടും മുഴ വളരുന്നുണ്ടെന്നും സർജറി വേണമെന്നും പറഞ്ഞപ്പോൾ ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി പെട്ടെന്ന് തന്നെ മുഴ അപ്രത്യക്ഷമായി. കൂടാതെ എനിക്ക് 1 വർഷമായി ജോയിൻസിന് വേദനയുണ്ടായിരുന്നു. അത് കടുത്ത് കാൽപാദം വരെ എത്തി ഒട്ടും നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. റുമാറ്റോളജിസ്റ്റിനെ പോയി കണ്ടപ്പോൾ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ഈ അസുഖമുണ്ടായിരിക്കുമെന്നും തരുന്ന മരുന്ന് കഴിക്കണമെന്നും ഇതിനൊത്തിരി സൈഡ് എഫക്ട്സ് ഉണ്ടെന്നും പറഞ്ഞു. ഞാൻ കൃപാസനത്തിൽ വന്ന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച് വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിന്റെ ഫലമായി എനിക്ക് സൗഖ്യം ലഭിച്ചു.